SIR നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ലെന്ന് PC വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു. എന്നാൽ നടപടികളെല്ലാം നിയമമനുസരിച്ച് ആയിരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വിശദീകരിച്ചു. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസോട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്ക താങ്കൾക്കുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാനുള്ള മാർഗം നമ്മൾ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കും. എല്ലാ പ്രോബ്ലംസ് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അവർക്ക് 1950 നമ്മുടെ കോൾ സെന്റർ വഴി കൊടുക്കാം. ഓൾറെഡി നിലവിലെ 40ഓളം ആൾക്കാർ കോൾസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തരുന്ന എല്ലാ പരാതി നേരിട്ട് CO ഇല്ലെങ്കിൽ DO, അതായത് ജില്ലാ കളക്ടർ നേരിട്ട് ഇടപെട്ടിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ള ഒരു വാഗ്ദാനം കൂടി ഈ അവസരത്തിൽ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. ഹാൻസ് ജോൺ ചേരുകയാണ് വിവരങ്ങളുമായി. ഹാൻസ്, വാഗ്പോരിലേക്ക് കടന്നതിൽ അതിശയമില്ല. അത് ആദ്യം തന്നെ നമ്മൾ വിചാരിച്ചിരുന്ന കാര്യവുമാണ്. ഇക്കാര്യത്തിൽ കൃത്യമായ എതിർപ്പ് CPM-ഉം കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അതിനപ്പുറം എത്രത്തോളം ആരോഗ്യകരമായ ചർച്ചയാണ് ഇന്നവിടെ നടന്നത്? സംഗീത, ഇന്നൊരു ബോധവൽക്കരണം നൽകാൻ വേണ്ടിയിട്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള രത്തൻ യു കേൽക്കർ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തത്. ഇതിൽ CPIM, കോൺഗ്രസ്, BJP, മുസ്ലിം ലീഗ് അടക്കമുള്ള 8 പാർട്ടികളുടെ 11 പ്രതിനിധികളാണ് പങ്കെടുത്തത്. നിലവിൽ BJP ഒഴികെയുള്ള എല്ലാ പാർട്ടികളും സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് SIR നടപ്പിലാക്കേണ്ട എന്ന നിലപാടാണ് BJP ഒഴികെയുള്ള എല്ലാ പാർട്ടികളും സ്വീകരിച്ചത്. ഇതിന് പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ആശങ്കകൾ, ഒന്ന്, സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് SIR. കൂടാതെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ SIR സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ട എന്നാണ് ഈ പ്രതിനിധികൾ വ്യക്തമാക്കിയത്. ഒപ്പം പ്രവാസി വോട്ടർമാരെ പരിഗണിക്കണം, കുടിയേറ്റക്കാർ എന്ന ഒരു നിർവചനം ഈ തരത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളിലുണ്ട്. അത് കൃത്യമായി നിർവചിക്കണം. കൂടാതെ 2002 പട്ടികയ്ക്ക് പകരം നിലവിൽ 2002 വോട്ടർ പട്ടികയാണ് താരതമ്യത്തിനായി എടുത്തിരിക്കുന്നത്. അതിന് പകരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഥവാ 2024 പട്ടിക എടുക്കണം എന്നീ ആവശ്യങ്ങളാണ് അവർ പ്രധാനമായും ഉന്നയിച്ചത്. കൂടാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള 12 തിരിച്ചറിയൽ രേഖകൾക്ക് കൂടുതലായി 12 തിരിച്ചറിയൽ രേഖകളോടൊപ്പം തന്നെ 13ാമതായി റേഷൻ കാർഡ് ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യം കൂടി പ്രതിനിധികൾ ഉന്നയിച്ചു. അതേസമയം BJP പ്രതിനിധിയായിട്ടുള്ള B. ഗോപാലകൃഷ്ണൻ ഈ SIR നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. സുതാര്യമായിരിക്കണം നടപടികളെല്ലാം, അതേസമയം നിലവിലുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം SIR നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. അത്തരമൊരു പ്രതികരണമാണ് രത്തൻ യു കേൽക്കറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വിയോജിപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത്. സംഗീത. ശരി, ഹാൻസ് ജോണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.